നമസ്കാരം. ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാൻ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സർപ്രൈസ് അല്ലേ. ഈ സീസണിൽ റയൽ മാഡ്രിഡ് ഒരു 1.5 റണ്ണായിരുന്നു ഓൾ കോമ്പറ്റീഷനിൽ അൺബീറ്റൻ ആയിട്ട് പോകുമായിരുന്നു. ആൻഡ് റയൽ മാഡ്രിഡ് അവരുടെ ഈ സീസണിലെ ടഫസ്റ്റ് എന്താ പറയുക ഒരു മാച്ച്, ഏറ്റവും ബിഗ്ഗസ്റ്റ് ടഫസ്റ്റ് മാച്ച് ഒരു ടോപ്പ് ഒപ്പോണ്ട് അഗേൻസ്റ്റ് വരികയും ചെയ്തു. ആൻഡ് റയൽ മാഡ്രിഡ് റിയലി ഗോഡ് ഓപ്പൺ ബ്രോ, എക്സ്പോസ്ഡ് ആയെന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലത്തെ മാച്ചിൽ. കാരണം ഈ സീസണിൽ സോഫാർ എല്ലാ മെട്രിക്സിലും ലീഗിൽ നമ്മൾ നോക്കാനായിട്ടാണ് ടോപ്പ് നിൽക്കുന്ന സൈഡാണ് റയൽ മാഡ്രിഡ്. ആൻഡ് റയൽ മാഡ്രിഡ് കമ്പാരിറ്റീവ്ലി വീക്കർ ഒപ്പോണൻസിന് അഗേൻസ്റ്റ് ആണ് സോഫാർ ഈ സീസൺ കളിച്ചൊന്നും ലീഗിൽ. അതിന് ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡ് അവരുടെ ഒരു ഏറ്റവും ബെസ്റ്റ് റൺ ഓഫ് ഗെയിംസിലും അല്ല വന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോടെ 2-2 വിക്ടറീസ് ആദ്യത്തെ 6 മാച്ചുകളിൽ അവർക്ക് നേടാനും സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് കംപ്ലീറ്റ്ലി റയൽ മാഡ്രിഡിനെ ഡോമിനേറ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു 2 ഗോൾ സിനാരിയോ റയൽ ഒഴിച്ചു നിർത്തിയാൽ അറ്റാക്കിംഗ് വൈസ് റയൽ മാഡ്രിഡ് ക്രിയേറ്റഡ് നത്തിങ്. ഈവൻ പോസ്റ്റ് മാച്ചും വന്ന് നമ്മുടെ ചാബി അലോൺസോ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഓവർ ഡിഫെൻസീവായി പോയി. എന്തുകൊണ്ടായി പോയി എന്നുള്ളതിൻ്റെ ആൻസറാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. കാരണം റയൽ മാഡ്രിഡ് നമുക്കറിയാം, ഫെഡെ വാൽവേർഡെ, ചൗമനി നല്ല 2 മിഡ്ഫീൽഡേഴ്സാണ്. 100% അഗ്രി ചെയ്യുന്നു. ഇന്നലെ റയൽ മാഡ്രിഡ് ജൂഡ് ബെല്ലിംഗമിനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. മസ്തോൻ്റെ വാനോ ഇങ്ങനത്തെ ഒരു ബിഗ് മാച്ചിലോട്ട് വരുമ്പോൾ പുള്ളി പെട്ടെന്ന് ലൈനപ്പിൽ ഒരു ചേഞ്ച് വരുത്തുകയാണ്. ഓക്കെ, ജൂഡ് ബെല്ലിംഗം ഇന്നലെ നന്നായി കളിച്ചു വന്നത്. ഇൻഡിവിജ്വലി ഹി വാസ് ഓക്കെ, പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു, ബോൾസ് വിൻ ചെയ്തു തന്നു. പക്ഷേ പുള്ളി പിച്ചിൽ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. ഓക്കെ, ഫസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം റയൽ മാഡ്രിഡ് അവരുടെ സെൻട്രൽ ബാക്സിനെ നല്ലപോലെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്തിന് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട്. ഹച്ചനാണെങ്കിലും മിലിറ്റാവോ ആണെങ്കിലും അല്ല കരേറാസ് ഇൻവേർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഇവരുടെ 2 സെൻട്രൽ ബാക്സിനെ വെച്ച് ഗെയിം പ്ലേ അഥവാ അറ്റാക്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പം ഡി പി എന്ന് ബിൽഡപ്പ് ചെയ്യാനായിട്ട് അവർ ഹച്ചനെയും എഡ്രമിലിട്ടാവനെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ അവരുടെ ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ്, അല്ലെ അവരുടെ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ടുള്ള അബിലിറ്റീസ്, അല്ലേ. ചൗമനി ആണെങ്കിലും വാൽവേഡെ ആണെങ്കിലും അവരുടെ ഡ്യൂട്ടീസും ചെയ്ത് നമുക്ക് കാണാം. എസ്പെഷ്യലി ബോൾ വിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെ പുഷ് ചെയ്യുന്ന സമയത്ത് അവർ കവർ കൊടുക്കുന്ന സാധനത്തിനാണെങ്കിലും അവർ പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചൗമനിയോ ഫെഡെ വാൽവേഡയോ is not a Pedri, is not a De Jong, is not a Toni Kroos, even it's not a Pablo Barrios. അപ്പുറത്ത് അത്ലറ്റിക്കോയ്ക്കുള്ളൊരു പാബ്ലോ ബാരിയോസോ അല്ല അവർ. ഓക്കെ, വാൽവേഡയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ്? ഹയർ ഓഫ് ദ പിച്ച് ഓപ്പറേറ്റ് ചെയ്യുക തന്നെയാണ്. എസ്പെഷ്യലി ബോൾ വിൻ ചെയ്യുക. മേ ബി ആ ഒരു നമ്മൾ എന്നാ പറയുക, ബോളുമായിട്ട് ഫോർവേഡ് മൂവ്മെൻറ്റ്സ് നടത്തുക, അഥവാ ഡയറക്ട്നെസ്. ദാറ്റ് ഈസ് വാട്ട് വാൽവേഡെ വിൻസ്. പക്ഷേ വാൽവേഡനെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഗെയിം ബിൽഡപ്പിൽ ഇൻവോൾവ് ആവാൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഈസ് സ്ട്രെങ്ത്. ചൗമനിയുടെ സ്ട്രെങ്ത് അതാണോ എന്ന് ചോദിച്ചാൽ ആണ്. ഈസ് എ സിംഗിൾ പേർഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ. പക്ഷേ ചൗമനി ഈസ് നോട്ട് സോ കംഫർട്ടബിൾ. ഓൺ ദ ബോൾ പുള്ളി മോശമാണെന്നല്ല, പക്ഷെ പുള്ളി വക ഗെയിം ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഇപ്പം ചോദിച്ചാൽ ആൻസർ ഈസ് നോ എന്ന് പറയേണ്ടി വരും. ഓക്കെ, സോ മേ ബി സ്റ്റില്ലർ പോലത്തെ ഒരു പ്രൊഫൈലിന് വേണ്ടി എന്തുകൊണ്ട് ചാബി അലോൺസോ സീസണിൻ്റെ സ്റ്റാർട്ടിൽ പുഷ് ചെയ്തു അഥവാ ഡിമാൻഡ് ചെയ്തു എന്നുള്ളതിൻ്റെ ചെറിയ ഗ്ലിംസസ് നമുക്ക് കാണാൻ സാധിക്കും. കാരണം സെൻട്രൽ ബാക്സിനെ വെച്ച് നിങ്ങൾ ഓവർലി ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വെൻ ബോൾ ലൂസ് ചെയ്യും, എസ്പെഷ്യലി അത്ലറ്റിക്കോയുടെ കൗണ്ടർ പ്രസ് ഇന്നലെ ടോപ്പ് നോച്ചാണ്, വേൾഡ് ക്ലാസ് ആയിരുന്നു. ഓക്കെ, അത്രയും നല്ല കൗണ്ടർ പ്രസ് ചെയ്യുന്ന ഒരു ടീമാണ്. സോ നിങ്ങളുടെ സെൻട്രൽ ബാക്സിനെ വെച്ചാണ് നിങ്ങൾ പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അവരുടെ കൗണ്ടർ പ്രസ് ടോപ്പാണ്. ബോൾ ലൂസ് ചെയ്യുവാണെങ്കിൽ ധാരാളം സ്പേസുകൾ ഇൻ ബിഹൈൻഡ് കിട്ടും ആർക്ക്? അത്ലറ്റിക്കോയ്ക്ക് എക്സ്പോസ്ഡ് ആക്കാനായിട്ട്. സോ അതുതന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ട മേജർ ആയിട്ടുള്ള വൺ ഓഫ് ദ റീസൺ. ബിൽഡപ്പ് ഫേസിൽ റയൽ മാഡ്രിഡിന് യാതൊരു കൺട്രോളും ഇല്ലായിരുന്നു. അത്ലറ്റിക്കോയുടെ കൗണ്ടർ പ്രസ് താങ്ങാൻ സാധിച്ചില്ല. വെൻ യുവർ സെൻട്രൽ ബാക്സ് ഈസ് ട്രൈങ് ടു സ്റ്റെപ്പ് അപ്പ്, അവിടെ ഗ്യാപ്സ് ഓപ്പൺ ആവും. സോ ഇവിടെ നിങ്ങൾക്ക് ഇപ്പം പിക്ചറിൽ കാണാം എന്താണ് റയൽ മാഡ്രിഡിൻ്റെ പ്രസ്സിംഗ് സ്ട്രക്ചർ. ഇവിടെ ഓഫ് ദ ബോൾ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ കാണാം. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തന്നെ പറയാം. അവിടെ കാണാം 2 മിഡ്ഫീൽഡേഴ്സ്. ഇപ്പം ഫെഡെ ആണെങ്കിലും അവിടെ വിനീഷ്യസ് ജൂനിയർ പതുക്കെ ട്രാക്ക് ബാക്ക് ചെയ്ത് വരുന്ന കാണാം. അവിടെ ജൂഡ് ബെല്ലിങ്ങിൻ്റെ പൊസിഷനിൽ നിങ്ങൾ കാണാം. അവിടെ അത്ലറ്റിക്കോയുടെ കാലിലാണ് ബോൾ. അത്ലറ്റിക്കോ ഒരു ബോൾ അവിടെ പാസ് ചെയ്യുവാണ്, ഇൻ ബിഹൈൻഡ് പാസ് ചെയ്യുവാണ് അവിടെ നിക്കോ ഗോൺസാലസിന്. അവിടെ അൽവാറസ് ഫ്രീ ആയിട്ട് വന്ന് നിൽക്കുന്നതാണ്. അൽവാറസിനെ ആരും ബ്ലോക്ക് ചെയ്യുന്നില്ല. ജൂഡ് ബെല്ലിംഗം അവിടെ ബോൾ വാച്ച് ചെയ്യുകയാണ്. ഫെഡെ വാൽവേഡെ ബോൾ വാച്ച് ചെയ്യുകയാണ്. വിനീഷ്യസ് ജൂനിയർ തൻ്റെ പ്ലെയറിനെ പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. അവിടെ ഈവൻ ദോ പൊസിഷൻ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തിരിക്കുന്ന പ്ലെയറിൻ്റെ അടുത്തോട്ട് ചെന്ന് നിൽക്കുക. പക്ഷെ അവിടെ നിങ്ങൾക്ക് കാണാം അൽവാറസ് എന്ത് ഫ്രീ ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അവിടെ ഇൻ ബിഹൈൻഡ് പ്ലേ പോവുകയാണ്. അവിടെ ഒരു ചാൻസ് ക്രിയേറ്റഡ് ആവുകയാണ്. പക്ഷേ അവിടുത്തെ പ്രസ്സിംഗ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. സെൻട്രലി ക്രിയേറ്റഡ് ആവുന്ന ഗ്യാപ്സ് നിങ്ങൾക്ക് കാണാം. ആൻഡ് ബെറ്റൊരു സിനാരിയോ ഇപ്പോൾ തൊട്ടടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടൊരു സിനാരിയോ ആണ്. അവിടെ പാബ്ലോ ബാരിയോസ് വേഴ്സസ് അൽവാറോ കരറാസ് സിറ്റുവേഷൻ ആണ്. അവിടെ അൽവാറോ കരറാസിനെ പാബ്ലോ ബാരിയോസ് ബീറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകണം. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഇപ്പോഴും കാണാം റയൽ മാഡ്രിഡിൻ്റെ പ്രസ്സിംഗ് സ്ട്രക്ചർ ഇറ്റ്സ് സോ ബാഡ്. അവിടെ സൊർലോത്തിന് കിട്ടിയേക്കുന്ന സ്പേസ് നിങ്ങൾ നോക്കുക. 3 റയൽ മാഡ്രിഡ് ഡിഫൻഡേഴ്സ് ട്രാക്ക് ബാക്ക് ചെയ്യുകയാണ്, അഥവാ പ്ലേയേഴ്സ് ട്രാക്ക് ബാക്ക് ചെയ്യുകയാണ്. സൊർലോത്തിന് അവിടെ കിട്ടുന്ന സ്പേസ് നിങ്ങൾ നോക്കുക. ഓക്കെ,
ആൻഡ് അടുത്തതായിട്ട് പറയുന്നത് സെൻട്രൽ ഏരിയാസിലുള്ള പ്രസ് എവിടെ, നമ്പേഴ്സ് എവിടെ, ബോഡീസ് എവിടെ, അറ്റാക്കേഴ്സ് റയൽ മാഡ്രിഡിന്റെ അറ്റാക്കേഴ്സ് ജോഗിയുമാണ്, ബോൾ വാച്ച് ചെയ്യുകയാണ്, ജോഗിയുമാണ്. എവിടെ ഇൻറ്റൻസിറ്റി എന്തുകൊണ്ട് കൊടുക്കുന്നില്ല. അവിടെ പാബ്ലോ ബാരേസ് ബീറ്റ് ചെയ്യുകയാണ്, അവിടെ ക്രോസ് വരികയാണ്, അവിടെ എന്താ പറയുക സൊർലോത്തിൻ്റെ ഹെഡർ അവിടെ ഗോൾ കീപ്പറിനെ സേവ് ചെയ്യേണ്ടവരാണ്. പക്ഷേ അവിടെ പാബ്ലോ ബാരേസ് ബീറ്റ് ചെയ്ത ഹെഡർ സിറ്റുവേഷൻ, ഫൈനൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാം. ഡിഫൻഡേഴ്സ് അവിടെ എത്തിയിട്ടില്ല. സൊർലോത്ത് മേ ബി ആ പാസ് കുറച്ചുകൂടെ റൈറ്റ് ആയിരുന്നു, പുള്ളിക്ക് ചെസ്റ്റ് ട്രാപ്പ് ചെയ്തിട്ട് ഷോട്ട് എടുക്കാനായിട്ടുള്ള അവസരമായിരുന്നെങ്കിൽ അവിടെ തീർന്നേനെ, 1-0 അപ്പം തന്നെ ആയേനെ. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ റയൽ മാഡ്രിഡിനെ സ്ട്രഗിൾ ചെയ്ത വൺ ഓഫ് ദ പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ നിക്കോ ഗോൺസാലസ് ആയിരുന്നു. നിക്കോ ഗോൺസാലസ് ഇന്നലെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ബിറ്റ് സ്കെപ്റ്റിക്കലായിരുന്നു നിക്കോ ഗോൺസാലസ് പോലത്തെ പ്ലെയറിനെ അത്ലറ്റിക്കോ സൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇന്നലത്തെ ആളുടെ പെർഫോമൻസ്, ആളെ സൈൻ ചെയ്തതിൻ്റെ റീസൺ ജസ്റ്റിഫൈ ചെയ്ത ഒരു പെർഫോമൻസ് തന്നെയാണ്. കാരണം യൂലിയൻ അൽവാറസിലോട്ട് വരാം. യൂലിയൻ അൽവാറസ് നമുക്കറിയാം, ഹീസ് ദ ബിഗസ്റ്റ് ത്രെറ്റ് അറ്റാക്കിംഗ് വൈസ് ആ ടീമിൽ. ആൻഡ് യൂലിയൻ അൽവാറസിനെ മാക്സിമം ബ്ലോക്ക് ചെയ്യാനായിട്ട് എസ്പെഷ്യലി അത്ലറ്റിക്കോടെ പ്ലേയേഴ്സ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ, ബ്ലാക്ക് ഗോൾ കിക്ക് എടുക്കുമ്പോഴോ അല്ലെ ബിൽഡപ്പ് ചെയ്യുമ്പോഴോ യൂലിയൻ അൽവാറസിന്റെ മൂവ്മെന്റ്സ് അവർ ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ബട്ട് നിക്കോ ഗോൺസാലസ് ഓൺ പേപ്പർ ലെഫ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത നിക്കോ ഗോൺസാലസ് പലപ്പോഴും സെൻട്രലിയാണ് വന്നിരുന്നത്. അതായത് അത്ലറ്റിക്കോ ഇൻ പൊസഷൻ യൂലിയൻ അൽവാറസിലോട്ട് ചൗമനിയുടെയും വാൽവേഡൻ, എസ്പെഷ്യലി ചൗമനിയുടെ ആ ഒരു ശ്രദ്ധ പോകുമ്പോൾ അപ്പുറത്ത് സൊർലോത്തിനെ ഇറക്കിയത് ഒരു മാസ്റ്റർ ക്ലാസ് ഐഡിയ ആയിരുന്നു. കാരണം ഫിസിക്കൽ പ്രസൻസ് റയൽ മാഡ്രിഡ് റിയലി ഏരിയയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫിസിക്കലി സൊർലോത്തിനെ അപ്പ് ഫ്രണ്ട് യൂസ് ചെയ്യുക വഴി ബോട്ട് എഡർ മിലിറ്റാവ് ആണെങ്കിലും ഇപ്പോൾ സെക്കൻഡ് ഹാഫ് റൗൾ എസൻസി വന്നപ്പോഴാണെങ്കിലും അവരും അതുപോലെ ഹച്ചൻ്റെയും ഫോക്കസ് സൊർലോത്തിനാണ്. സൊർലോത്ത് പോലത്തെ ഒരു ഫിസിക്കൽ പ്രസൻസ്, ഒരു ടാർഗറ്റ് മാനായിട്ട് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് രണ്ടാമത്തെ കാര്യം അൽവാറസിന്റെ മൂവ്മെന്റ്സ് ട്രാക്ക് ചെയ്യാനായിട്ട് ചൗമനി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്ക് നിക്കോ ഗോൺസാലസ് ചെയ്തൊരു സംഭവം, പുള്ളി ഇൻവേർട്ട് ചെയ്ത് സെൻട്രലി കയറി. നിക്കോ ഗോൺസാലസിലോട്ട് ഒരു പാസിംഗ് ഓപ്ഷൻ സെൻട്രലി ഓപ്പൺ ആയി, നിക്കോയിലോട്ട് ബോൾ പോകുന്നു, അൽവാറസിന് ഫ്രീ ആവാനായിട്ട് സാധിക്കുകയാണ്. കാരണം ചൗമനിയുടെ മേ ബി ഫോക്കസ് നിക്കോയുടെ കയ്യിൽ നിന്ന് പോവാണ്, അൽവാറസിന്റെ കയ്യിൽ നിന്ന് പോവാണ്, നിക്കോയിലോട്ട് പോവാണ്. അൽവാറസിന് ഫ്രീ റൺസ് നടത്താനായിട്ട് സ്പേസ് തരുന്നു. സൊർലോത്ത് പോലത്തെ ഒരു ഫിസിക്കൽ പ്രസൻസ്. സോ ഒരു കെയോട്ടിക്സ് അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പിക്ചറിൽ കാണാം. ഇപ്പോൾ അവിടെ നിങ്ങൾ നിക്കോ ഗോൺസാലസ് ആണ് ഇൻവേർട്ട് ചെയ്ത് സെൻട്രലി വരുന്നത്. അവിടെ നിക്കോയിലോട്ട് ഫോക്കസ് പോകുന്നു. അവിടെ നിങ്ങൾക്ക് അൽവാറസ് ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലൂടെ ചെറിയൊരു റൺ എടുത്ത് കാണാം. സൊർലോത്ത് ഇപ്പോഴത്തെ റൺ വരുന്ന കാണാം. ആൻഡ് അവിടെ സൊർലോത്തിനെ നമ്മൾ നോക്കാനായിട്ടാണ് നിക്കോ ഗോൺസാലസ് ഫൈൻഡ് ചെയ്യാണ്. സൊർലോത്തിൻ്റെ ഷോട്ട് അവിടെ സേവ് ചെയ്യുകയാണ് ആര്, ടീബോ കോർട്ടുവ. സോ ഇതാണ് പറഞ്ഞ ഒരു സിറ്റുവേഷൻ. നിക്കോ ഗോൺസാലസ് സെൻട്രലി വരിക വഴി അൽവാറസിനും അതുപോലെ തന്നെ സൊർലോത്തിനും മാക്സിമം സ്പേസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. കാരണം നിക്കോയിലോട്ട് ബോൾ പോകുമ്പോഴേക്കും ഈസ് റിയലി ഗുഡ് വിത്ത് പ്രോഗ്രസിങ് ദ ബോൾ. സോ ആ കാര്യത്തിൽ നിക്കോയുടെ ഒരു സ്ട്രെങ്ത് ആണ്. സോ പുള്ളി പ്രോഗ്രസ് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഫോക്കസ് സൊർലോത്തിൽ നിന്നും അൽവാറസിൽ നിന്നും കുറയും, പുള്ളിയിലോട്ട് പ്രസ് ചെയ്യേണ്ടി വരും. ആ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് റയല് പ്രസ് ചെയ്തതിനാൽ തന്നെ ഇൻ ബിഹൈൻഡ് 3 vs 3 സിറ്റുവേഷൻസ് ഒക്കെ മാക്സിമം അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ആൻഡ് റിയലി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റയൽ മാഡ്രിഡിൻ്റെ ഓവറോൾ പ്രസ് വാസ് സോ ബാഡ് എന്ന് പറഞ്ഞാൽ സോ ബാഡ്. എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയത്തില്ല. ആൻഡ് മെയിൻലി കമ്മിറ്റ് ചെയ്ത് പ്രസ് ചെയ്യുന്നതിൽ കുറ്റമില്ല, പക്ഷെ കമ്മിറ്റ് ചെയ്ത് പ്രസ് ചെയ്യുമ്പോഴേക്കും ആ കമ്മിറ്റ്മെൻറ്റ് വരണം. അത് റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നിന്നില്ലായിരുന്നു. അനന്തരം എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൂളറിനെയാണ്. സോ ഗൂളറിനെ ഇന്നലത്തെ മാച്ചിൽ റയൽ മാഡ്രിഡ് ഇറക്കി. ആളെ ഓൺ ദ പേപ്പർ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഇറക്കിയത്. ആൾ ലെഫ്റ്റ് വന്ന് കളിക്കുന്നുണ്ടു, സെൻട്രലി കളിക്കുന്നുണ്ടു. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗൂളറിനെയാണ് അവർ റൈറ്റിൽ ഇറക്കിയത്. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ 4-4-2 ആണ് ഷേപ്പ്. പലപ്പോഴും റയൽ മാഡ്രിഡിന് അഗെയിൻസ്റ്റ് അത്ലറ്റിക്കോയ്ക്ക് കംഫർട്ടബിളി വൈഡ് ഏരിയാസിൽ ഡബിൾ ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അതായത് റയൽ മാഡ്രിഡ് ചെയ്ത എന്താണ്, ഇന്നലെ ലോറൻ്റെ ആണെങ്കിലും ജൂലിയാനോ സിമിയോനാണ് റൈറ്റ് ഹാൻഡ് സൈഡ് ടോപ്പർ, നിക്കോ ഗോൺസാലസ് ആണെങ്കിലും അപ്പുറത്തെ സൈഡിൽ ഹാങ്കോ ആണെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ടോപ്പർ. സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ വിനീഷ്യസ് ജൂനിയറിനാണ് ലെഫ്റ്റ് മിഡ്ഫീൽഡർ റോൾ ഇറക്കിയത്. അതുപോലെ തന്നെ ഗൂളറിനെയാണ് റൈറ്റ് മിഡ്ഫീൽഡർ റോൾ ഓൺ പേപ്പർ ആക്കി. ഗൂളർ പലപ്പോഴും ഇൻവേർട്ട് ചെയ്ത് സെൻട്രലിയാണ് കളിക്കാനായിട്ട് ശ്രമിച്ചത്. കാരണം അതാണ് ആളുടെ കംഫർട്ട് റോൾ. റൈറ്റിൽ നിന്നും ഇല്ല എന്നല്ല, പക്ഷേ ഞാൻ പറയുകയാണ് അവിടെ എപ്പോഴും സംഭവിച്ചത് ഡാനി കർവഹാൾ വാസ് ഐസൊലേറ്റഡ് അഗെയിൻസ്റ്റ് ദീസ് ടു. അപ്പുറത്ത് അൽവാറോ കറേറാസ് പലപ്പോഴും ലോറന്റേക്കും ജൂലിയാനോ സിമിയോനിക്കും അഗെയിൻസ്റ്റ് ഐസൊലേറ്റഡ് ആയിരുന്നു. 2 vs 1 സിറ്റുവേഷൻ പലപ്പോഴും. കാരണം ഗൂളറിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും വിനീഷ്യസ് ജൂനിയറിൻ്റെ കയ്യിലാണെങ്കിലും വൈഡ് ഏരിയാസിൽ നിന്ന് യാതൊരു ഡിഫൻസീവ് സപ്പോർട്ടും കിട്ടിയിട്ടില്ല രണ്ട് ഫുൾ ബാക്സിനും. ഇന്നലെ ജൂലിയാനോ സിമിയോണി ഓൾമോസ്റ്റ് ഇല്ലാതാക്കിയെന്ന് തന്നെ പറയേണ്ട ഒരു അൽവാറോ കറേറാസിന്. അൽവാറോ കറേറാസ് വാസ് സോ ബാഡ്. വൺ ഓഫ് ദ റീസൺസ് പുള്ളീനെ അവിടെ ഡബിൾ ഡൗൺ ചെയ്യുക. അവിടെ 0 ഗ്രൗണ്ട് വെൽസ് ആണ് ഇന്നലെ അൽവാറോ കറേറാസ് സിമിയോണിക്ക് അഗെയിൻസ്റ്റ് വിൻ ചെയ്തത്. 0 times. ഓക്കെ, സോ അൽവാറോ കറേറാസിനെ അവിടെ എക്സ്പോസ്ഡ് ആക്കുവാൻ, ഇപ്പുറത്ത് കർവഹാളിനെയും എക്സ്പോസ്ഡ് ആക്കുവാൻ. മെയിൻലി റൈറ്റ് ഹാൻഡ് സൈഡാണ്, ജൂലിയാനോ സിമിയോണി ത്രൂ ആണ്. ആൻഡ് ക്രോസുകൾ ഈസിലി ഇടാൻ സാധിക്കും. കാരണം 2 vs 1 സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുന്നു. ഒരു പ്ലെയർ എന്തായാലും ഫ്രീ ആവും. വൈഡ് ഏരിയ കംഫർട്ടബിൾ ക്രോസസ് ബോക്സിലോട്ട് കോൺസ്റ്റന്റ്ലി ഇടുമായിരുന്നു. ആൻഡ് സൊർലോത്തൊക്കെ പോലത്തെ ഫിസിക്കൽ പ്രസൻസ് ആണ് ബോക്സിലുള്ളത്. സോ
അത്ലറ്റിക്കോ ക്രോസുകളല്ലേ യൂസ് ചെയ്ത് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ക്രോസുകൾ യൂസ് ചെയ്യാനായിട്ടും അവർക്ക് ടാക്ടിക്കലി അവിടെ ഒരു ഡബിൾ ഡൗൺ ചെയ്ത് അവിടെ ഒരു എന്താ പറയുക ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്താണ് അവർ ക്രോസുകൾ ഇടുന്നത് ബോക്സിലോട്ട്. ആൻഡ് ക്രോസുകൾ ഡിഫെൻഡ് ചെയ്യാൻ അറിയാത്തത് അത് റയലിൻ്റെ കുഴപ്പം തന്നെയാണ്. കൂടാതെ വൈഡ് ഏരിയാസിൽ ഫുൾ ബാക്സിന് സപ്പോർട്ട് കൊടുക്കാനതും റിയലി പത്തറ്റിക് പെർഫോമൻസ് തന്നെയായിരുന്നു റയലിൻ്റെ. സോ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ റയലിൻ്റെ അത്ലറ്റിക്കോ അടിച്ച ആ ഗോൾ നിങ്ങൾക്ക് കാണാം. അവിടെ സിമിയോണിയുടെ ഒരു ക്രോസ് ബോക്സിലോട്ട് വരുവാണ്. അതൊരു ഫ്രീ കിക്ക് സിറ്റുവേഷനിൽ നിന്നാണ് റയലിന് മേ ബി അവിടെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് സിമിയോണിയുടെ കാലിലോട്ട് എത്തുന്നു. സിമിയോണിയുടെ ക്രോസ് വരികയാണ്. അവിടെ റോബിൻ ലീ നോർമാൻഡ് വന്ന് ഹെഡർ സ്കോർ ചെയ്ത് 1-0 ലീഡ് എടുക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാം റോബിൻ ലീ നോർമാൻഡ് ക്രോസ് ഇടുമ്പോൾ ഹെഡർ വിൻ ചെയ്യുമ്പോഴാണല്ലോ അവിടെ മിലിറ്റാവും ചൗമനിയും ഒട്ടും അവരുടെ ജമ്പ് കറക്റ്റ് ആവുന്നില്ല, ഫിസിക്കാലിറ്റി അവിടെ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെയാണ് ജൂലിയൻ സിമേൻ എന്ത് കംഫർട്ടബിളി ആണല്ലേ അവിടെ ആ ക്രോസ് ഇടുന്നത്. അവിടെ വിനി ഷുഡ് ക്ലോസ് ഡൗൺ ബിറ്റ് ക്വിക്കർ അല്ലേ. അതുപോലെ തന്നെ അടുത്ത ഞാൻ ഈ പറഞ്ഞ മറ്റൊരു സിനാരിയോ, റയൽ മാഡ്രിഡ് സെൻട്രൽ ബാക്സിനെ വെച്ച് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അഥവാ അവരെ ബിൽഡപ്പ് ഫേസിൽ ഓവർലി ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ബോൾ കൗണ്ടർ പ്രസ് അത്ലറ്റിക്കോടെ സൂപ്പറായിരുന്നു. സോ കൗണ്ടർ പ്രസ് ചെയ്ത് ബോൾ ലൂസ് ചെയ്താലുള്ള കുഴപ്പം ഇതാണ് നമ്പേഴ്സ് വെച്ച് കമ്മിറ്റ് ചെയ്യുമ്പം ഡിഫൻസിൽ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം അവിടെ അത്ലറ്റിക്കോ ബോൾ വിൻ ചെയ്യണം. അവിടെ റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസീവ് ഷേപ്പ് നിങ്ങൾ നോക്കൂ ബ്രോ, നിങ്ങൾ നോക്ക് എന്താണത്. അവിടെ സൊർലോത്ത് ഫ്രീ ആ സ്പേസ് ഏക്കേഴ്സ് ഓഫ് സ്പേസ് അവിടെ സൊർലോത്തിന് കിട്ടുകയാണ്. സോ അവിടെ നമുക്ക് കാണാം സൊർലോത്തിനെ റിലീസ് ചെയ്യുന്നു. സൊർലോത്തിൻ്റെ ഷോട്ട് അവിടെ ചെറിയ പാസിൻ്റെ വെയിറ്റേജ് കൂട്ടിപ്പോയി, അതുകൊണ്ട് അത് കിട്ടിയില്ല സൊർലോത്തിന്. സോ അതാണ് പറഞ്ഞത്, കമ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അഥവാ ഡിഫൻഡേഴ്സിനെ വെച്ച് കമ്മിറ്റ് ചെയ്യുവാണെങ്കിൽ മേക്ക് ഷുവർ ദേ ആർ കീപ്പിംഗ് ഹോൾഡ് ഓഫ് ദ ബോൾ. കമ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഒപ്പോണൻ്റെ കൗണ്ടർ പ്രസ് നല്ലതാണെങ്കിൽ പണിവാളും. റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡേഴ്സ് അതാണ് പറയുന്നത്, ഇപ്പോൾ ഒപ്പോണൻസ് നല്ലപോലെ കൗണ്ടർ പ്രസ് ചെയ്യുന്ന സൈഡിന് അഗേൻസ്റ്റ് വരുമ്പോഴേക്കും ഡിഫൻഡേഴ്സ് എന്നതിലുപരി യു ഹാവ് ടു യൂസ് യുവർ മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്ത് നിങ്ങൾ ബിൽഡപ്പ് ഫേസിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ പറ്റും. മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് നിങ്ങൾക്ക് അത് പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് ഡിഫൻസീവ് കവർ വേണം. കാരണം അവരുടെ കൗണ്ടർ പ്രസ് ടോപ്പാണ്, ഏത് നിമിഷവും ബോൾ ലൂസ് ചെയ്യാം, നമ്പേഴ്സ് ഇൻ ബിഹൈൻഡ് ഇല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആവാം. സോ റയൽ മാഡ്രിഡ് സെൻട്രൽ ബാക്സിനെ അഥവാ ഡിഫൻഡേഴ്സിനെ വെച്ച് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, ബോൾ ലൂസ് ചെയ്യുന്നു, ഇൻ ബിഹൈൻഡ് കവർ കൊടുക്കാൻ ആരുമില്ല. സോ അതാണ് റയലിൻ്റെ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇഷ്യൂ. മിഡ്ഫീൽഡേഴ്സിൻ്റെ വീക്ക്നെസ് ഈ മാച്ച് കൂടുതൽ എക്സ്പോസ്ഡ് ആയിരുന്നു. സോ റയൽ 2 ഗോളുകൾ തിരിച്ചടിച്ചു. 2-1 ആക്കുന്ന സിനാരിയോ നമ്മളുണ്ട്. അവരാകപ്പാട് എടുത്ത 2 ഷോട്ട് ഓൺ ടാർഗറ്റ് 2 ഗോളാക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം എംബാപ്പെ ഡ്രോപ്പ് ചെയ്യുന്നു. അവിടെ ലെങ്ലെറ്റ് എംബാപ്പയോടൊപ്പം വന്നു. അവിടെ ലെങ്ലെറ്റിൻ്റെ പുവർ പീസ് ഓഫ് ഡിഫെൻഡിങ് ആയിരുന്നു. എംബാപ്പയ്ക്ക് ഇൻ ബിഹൈൻഡ് റൺ നടത്താനായിട്ട് സ്പേസ് ക്രിയേറ്റഡ് ആവുന്നു. ഗൂളർ എംബാപ്പേനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് എംബാപ്പെ പോയി ഗോൾ സ്കോർ ചെയ്യുകയാണ്. 1-1 ആക്കുകയാണ്, ഈക്വലൈസർ അടിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മൾ കണ്ടു റോബിൻ ലീ നോർമാൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ബോൾ ഓവർ ദ ടോപ്പ് വരുന്നു. റോബിൻ ലീ നോർമാന് കംഫർട്ടബിളി അത് കൺട്രോൾ ആക്കാൻ ഒരു പ്രഷറും ഇല്ലായിരുന്നു. പക്ഷെ അത് ആൾ നേരെ ഹെഡ് ചെയ്ത് എംബാപ്പയുടെ കാലിലോട്ട് കൊടുക്കുകയാണ്. എംബാപ്പെ വിനീനെ ഫൈൻഡ് ചെയ്യുന്നു. വിനീഷ്യസ് ബോക്സിലോട്ട് വന്നു. റോബിൻ ലീ നോർമാനിലെയും അതുപോലെ ലൊറൻറ്റേനെയും കട്ട് ചെയ്യുന്നു. ആൻഡ് ഗൂളറിലോട്ട് ബോൾ ഇടുകയാണ്. ആൻഡ് ഗൂളറിൻ്റെ സൂപ്പർ ഫിനിഷ് ആയിരുന്നു, അതൊന്നും പറയാനില്ല. 2-1 ആക്കുകയാണ് റയൽ മാഡ്രിഡ്. ഓക്കെ, 2-1. ഈവൻ തോ നമ്മൾ നന്നായിട്ട് കളിച്ചത് അത്ലറ്റിക്കോ വേസ്റ്റ്ഫുൾ ആയിരുന്നു. ഓക്കെ, നമ്മൾ നമ്മുടെ 2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, അത് 2 നമ്മൾ സ്കോർ ചെയ്തു. ഓക്കെ, 2-1. ലെറ്റ്സ് ടേക്ക് ഇറ്റ്. സെക്കൻഡ് ഹാഫ് നമുക്ക് ഓർഗനൈസ് ആക്കാം എന്നായിരിക്കും റയൽ മാഡ്രിഡ് പ്ലാൻ ചെയ്ത് ഉണ്ടാവുക. ആൻഡ് റയൽ മാഡ്രിഡ് ഈ 2 ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് ഗെയിമിലെടുത്തത്. ഇതിനുശേഷം റയൽ മാഡ്രിഡ് ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഒബ്ലാക്കിൻ്റെ നേരെ എടുത്തിട്ടില്ല. ആൻഡ് ഒബ്ലാക്ക് ഒരു സേവ് പോലും നടത്തേണ്ടി വന്നിട്ടില്ല സെക്കൻഡ് ഹാഫിൽ. അങ്ങനെ എടുത്തു പറയേണ്ട കാര്യം, മാച്ച് തീരുന്നതിന് സെക്കൻഡ് ഹാഫ് തീരുന്നതിന് തൊട്ട് മുമ്പ് അനദർ സിനാരിയോ, റയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും മോശം പീസ് ഓഫ് പ്രസ്സിങ്ങിൻ്റെ അനദർ എക്സാമ്പിൾ. അവിടെ കൊക്കയ്ക്ക് എത്ര ടൈമാണ് ബോളിൽ കൊടുക്കുന്നത് നിങ്ങൾ തന്നെ നോക്ക്. എന്തുമാത്രം ടൈമാണ് കൊക്കയ്ക്ക് ബോളിൽ കൊടുക്കുന്നത്. കൊക്കയെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. ആൻഡ് അവിടെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ബെല്ലിംഗ്ഹാമിനെ വാൽവേർഡനെ ഇപ്പോൾ കാണാം. സോ അവിടെ ഈ ഒരു സിനാരി നിങ്ങൾ നോക്കുക, കൊക്കയുടെ ക്രോസ് വരുവാണ്. ഒന്ന് അവിടെ എല്ലാവരും പതുക്കെ പ്രസ് ചെയ്യുമ്പോഴേക്കും കമ്മിറ്റ് ചെയ്ത് പ്രസ് ചെയ്യുന്നില്ല. അവിടെ ആ ക്രോസ് ബോക്സിലോട്ട് വരുമ്പോഴേക്കും അവിടെ നിങ്ങൾക്ക് കാണാം 2 അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലേയേഴ്സ് ഫ്രീ ആണ്. അവിടെ സൊർലോത്തിലോട്ടാണ് ബോൾ പോകുന്നത്. അഥവാ സൊർലോത്ത് ആ ഹെഡർ മിസ് ചെയ്തല്ല, അല്ലെ ഇടിച്ച് റീബൗണ്ട് ആ 2 പ്ലേയേഴ്സിൻ്റെ കാലിലോട്ടോ വന്നാൽ എന്തുകൊണ്ട് അവിടെ ബെല്ലിംഗ്ഹാം ക്ലോസ് ഡൗൺ ചെയ്തില്ല എന്ന് ചോദിക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് ഈ ഫ്രെയിമിൽ കാണാൻ ആ 2 പ്ലേയേഴ്സ് അവിടെ ബോക്സിൽ ഫ്രീ ആണ്. സൊർലോത്തിൻ്റെ കാര്യമല്ലോ പറയുന്നത്, പുറകെ നിൽക്കുന്ന ആ 2 പ്ലേയേഴ്സ്. അവിടെ ബെല്ലിംഗ്ഹാം എത്രയും പെട്ടെന്ന് അവരെ ക്ലോസ് ഡൗൺ ചെയ്യണമെന്ന്. അവിടെ ബോൾ വാച്ച് ചെയ്യുവാണ് ബെല്ലിംഗ്ഹാം. അവിടെ സൊർലോത്ത് ഹെഡറിലൂടെ ഗോൾ സ്കോർ ചെയ്യാണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും കാണാം ആ 2 പ്ലേയേഴ്സും ബാക്കിൽ ഫ്രീ ആണ്, അവരെ ക്ലോസ് ഡൗൺ ചെയ്തിട്ടില്ല. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സിനാരിയോ കാണാം. ഇവിടെ സൊർലോത്ത് ഹെഡർ വിൻ ചെയ്യുമ്പോൾ ഒന്ന് ഹഡ്സൺ ജമ്പ് കറക്റ്റ് ആയില്ല, 2 അൽവാറ കറാസിൻ്റെ മോശം പീസ് ഓഫ് ഡിഫെൻഡിങ്. അവിടെ ഒട്ടും ഫിസിക്കാലിറ്റി യൂസ് ചെയ്യുന്നില്ല. കറേറാസിന് സൊർലോത്തിന് മേൽ ചാടാൻ പറ്റത്തില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ബോഡി ഉപയോഗിച്ച് ചെയ്യലും അവിടെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കായിരുന്നു, അതും ചെയ്തില്ല. പൂർ പീസ് ഓഫ് ഡിഫെൻഡിങ് അഗെയിൻ ഫ്രം റയൽ മാഡ്രിഡ്, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നീട് സെക്കൻഡ് ഹാഫ് വരുവാണ്. സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അൽവാറസിൻ്റെ പെർഫോമൻസ് ആണ്.
അൽവാറസ് ഏതൊരു കോച്ചിൻ്റെയും ഡ്രീം പ്ലെയറാണ്, പറയാതിരിക്കാൻ വയ്യ. ഹീസ് എ ഡ്രീം പ്ലെയർ ഫോർ എവറി കോച്ചസ്. ഏത് ടീമിലിട്ടാലും ഹി വിൽ സർവൈവ്. ആൻഡ് അൽവാറസിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ലെഫ്റ്റ് കളിക്കണം, റൈറ്റ് കളിക്കണം, സെൻട്രൽ ഫോർവേഡ് കളിക്കണം, ഓഫ് ദ ബോൾ, ഓൺ ദ ബോൾ എല്ലാം വേണം. ഈസ് നോട്ട് എ ഗുഡ് ഡ്രിബിളർ, വലിയ ഡ്രിബിളർ അല്ല പുള്ളി. പക്ഷേ പുള്ളി ടൈറ്റ് സ്പേസിൽ നിന്ന് ബോൾ എടുത്തുകൊണ്ട് പോകുമെന്ന് ചോദിച്ചാൽ പോവും. അതാണ് ഹീസ് എ എന്താണെന്ന് അറിയത്തില്ല. ഒരു കെയോട്ടിസോ ഇല്ല, റെഫറീസിനോട് കലിപ്പാകത്തില്ല, അടിക്കു പോകത്തില്ല, ഒന്നുമില്ല. പുള്ളിക്ക് കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യുക, ഓഫ് ദ ബോൾ ടീമിന് വേണ്ടി വർക്ക് ലോഡ് എടുക്കുക, ഒരു കംപ്ലയിൻസും ഇല്ല, ഒന്നുമില്ല, മിണ്ടാതിരിക്കുക, കളിക്കുക, പോവുക. അൽവാറസ് മാൻ ഇന്നലത്തെ മാച്ചിൽ മാൻ ഓഫ് ദ മാച്ച് പുള്ളിയായിരുന്നു, ഡിസേർവിംഗ് ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. വെൻ ഇറ്റ് കംസ് ടു ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഓഫ് ദ ബോൾ ആൻഡ് ഓൺ ദ ബോൾ വർക്ക് ലോഡിൻ്റെ കാര്യത്തിലാണ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ നിങ്ങൾക്കിപ്പം കാണാം ആ ഒരു പെനൽറ്റി സിറ്റുവേഷൻ വരുന്നത്, ക്രോസ് ഇൻ ടു ദ ബോക്സ്, അവിടെ ഗൂളറിൻ്റെ ഒരു ഫൗള്, ആ പെനൽറ്റി കിട്ടുവാണ്, അൽവാറസ് ആ കൺവേർട്ട് ചെയ്യുവാണ്, 3-2 ലീഡ് ആരെടുക്കുവാണ്, അത്ലറ്റിക്കോ മാഡ്രിഡ് എടുക്കുവാണ്. പിന്നെ അൽവാറസ് ചെറിയ ഗ്ലിംസുകൾ തന്നിരുന്നു, അൽവാറസിനെ കോൺസ്റ്റൻ്റ്ലി അവർ ഫൗൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആ സമയത്ത് ഒരു കേളർ ജസ്റ്റ് വൈഡ് പോകുന്നൊരു സിനാരിയോ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു ഫ്രീ കിക്ക് ഓക്കെ ഒരു ഗ്ലിംസ് തന്നാണ്, ഇനി എനിക്കൊരു ഫ്രീ കിക്ക് തരുന്നത് ഞാൻ ഡേഞ്ചർ ആണെന്നുള്ളതിന് ഒരു ഗ്ലിംസ് കൊടുത്താണ്, പക്ഷേ കേട്ടില്ല. അല്ലാതെ ഇപ്പോൾ എന്നാ പറയാനാണ്. അടുത്തത് നമ്മൾ കണ്ട് ഞാൻ ആദ്യം കാണിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, സൊർലോത്തിൻ്റെ ആ ഒരു സേവ്, മറ്റേ നിക്കോ ഗോൺസാലസ് റിലീസ് ചെയ്യുന്ന സൊർലോത്തിൻ്റെ ആ ഒരു സേവിന് ശേഷം അൽവാറസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, അൽവാറസ് ആ ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അൽവാറസിനെ അവിടെ മസ്തോൻ്റെ ഫൗൾ ചെയ്യാണ്. ആൻഡ് അൽവാറസിൻ്റെ ഫ്രീ കിക്ക് മാൻ ഒരു രക്ഷയില്ലാത്ത സാധനം, കിഡിലൻ സാധനം. ടീബോ കോർട്ടുവാസ് ബീറ്റുണ്ട്, മഴവില്ല് ഫ്രീ കിക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ അത്ലറ്റിക്കോ മാഡ്രിഡ് 4-2 ആക്കുകയാണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊണ്ടുവന്നു. കമവിംഗനെ ഇറക്കി, മസ്തോൻ്റെ ഇറക്കി, മേ ബി ഗൂളറിനെ പിച്ച് നിർത്തായിരുന്നു. റയൽ മാഡ്രിഡിൻ്റെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്രിയേറ്റീവ് പ്ലെയറായ ഗൂളറിനെ മേ ബി പിച്ച് നിർത്തായിരുന്നു. മേ ബി ബെല്ലിംഗമിനെ ആ സമയത്ത് മാറ്റിയിട്ട് മസ്തോൻ്റെ ഇറക്കാൻ, ബെല്ലിംഗമിനെ അതിനുശേഷം മാറ്റി. പക്ഷേ എന്നാലും ബെല്ലിംഗമിനെ മാറ്റിയിട്ട് വന്നതാരാണ്? റോഡ്രിഗോ ആണ്. സോ അതാണ് പറയുന്നത്, ചാബി അലോൺസോയ്ക്ക് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി. നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരുന്നത് എന്താണ്, മേ ബി വിനിക്ക് പകരമാണ് റോഡ്രിഗോ പലപ്പോഴും വരുന്നത്. പക്ഷേ അവസാനം നമ്മൾ നോക്കുമ്പോഴേക്കും വിനിക്ക് പകരമുണ്ട്, റോഡ്രിഗോനെ ഇറക്കി, എംബാപ്പയും പിച്ചിട്ടുണ്ട്, അവിടെ മസ്തോൻ്റെ വരുന്നു ഗൂളറിന് പകരം. ദാറ്റ് ഡസൻറ്റ് മെയ്ഡ് സെൻസ്. എനിക്ക് പേഴ്സണലി അത് സെൻസ് ചെയ്തില്ല എന്താണ് ആ ചേഞ്ച് എന്നുള്ള കാര്യം. കാരണം ഗൂളർ നല്ലതായിരുന്നല്ല, ബട്ട് റയലിന് ഗെയിമിലോട്ട് തിരിച്ചു വരണമെങ്കിൽ, കാരണം അത്ലറ്റിക്കോ സൊർലോത്തിനെ മാറ്റിയിരുന്നു, അത് പണി പാളുമെന്ന് എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ റയൽ മാഡ്രിഡിന് കൂടുതൽ പൊസഷൻ കിട്ടാൻ തുടങ്ങി. റയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്രിയേറ്റീവ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഗൂളറാണ്. കാരണം സൊർലോത്തിനെ മാറ്റിയതിന് ശേഷം റയൽ മാഡ്രിഡിന് കോൺസ്റ്റൻ്റ്ലി കൺട്രോൾ ഉണ്ടായിരുന്നു ഗെയിമിൽ, അതായത് പൊസഷൻ റയൽ ലൈനിൽ. സോ ടൈം ഓൺ ദ ബോൾ കിട്ടിയാൽ ആ ഒരു കില്ലർ പാസ് ഇടാൻ പറ്റുന്ന പ്ലെയർ ആർഡേ ഗൂളറാണ്. ആർഡേ ഗൂളറിനെ എന്തിന് ആ സമയത്ത് പിച്ചിൽ നിന്ന് മാറ്റിയെന്നുള്ളത് ഐ ഡോണ്ട് നോ. ചാബി അലോൺസോ മേഡ് എ റോങ് ഡിസിഷൻ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യമാണ്. കമോയിങ്കാരുടെ മസ്തോൻ്റെ ഇറങ്ങിയതിന് ശേഷം അവർ കുറച്ചുകൂടെ ഡയറക്റ്റ് ആവാൻ ശ്രമിക്കുകയാണ്. അവർ ബോഡീസ് കമ്മിറ്റ് ചെയ്ത് അത്ലറ്റിക്കോ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങി. വേസ്റ്റ്ഫുള്ളായി. കാരണം ആ സമയത്ത് പിച്ചിൽ ഗൂളർ വേണമായിരുന്നു, അല്ലെങ്കിൽ ഒരു സെബായോസ് വേണമായിരുന്നു, ഹു ഇസ് റിയലി ഗുഡ് ഓൺ ദ ബോൾ. ഓക്കെ, സോ അവിടെ മേ ബി പണി പാളി. പിന്നീട് ഫെഡെ വാൽവേഡയുടെ കാര്യം പറഞ്ഞു, ഹി ഹാഡ് എ റിയലി ബാഡ് ഗെയിം. ഫെഡെ വാൽവേഡെ അണ്ടർ ചാബി അലോൺസോ ഞാൻ ഇപ്പോഴും പറയുകയാണ്, പുള്ളിയുടെ ആ ഒരു എക്സാക്ട് റോൾ ഇതുവരെ ചാബിക്ക് പോലും ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടോ എന്നോ ഡൗട്ടാണ്. ആൻഡ് ഫെഡെ വാൽവേഡേനെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ബിൽഡപ്പ് ഫേസിലല്ല, അത് പുള്ളിയുടെ സ്ട്രെങ്ത് അല്ല. ഓക്കെ, അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫെഡെ വാൽവേഡെ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ഫേസിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ഫെഡെ വാൽവേഡയുടെ പുവർ പാസ് എന്താണ്, ഫെഡെ വാൽവേഡയ്ക്ക് ഒരു ചീപ്ലി ബോൾ ഗീവ് അവേ ആണ് അലക്സ് ബേനയുടെ കാലിൽ. അലക്സ് ബേനയുടെ കാലിൽ ബോൾ കിട്ടുന്നു. ആൻഡ് നിങ്ങൾക്ക് അവിടെ കാണാം ഗ്രീസ്മാൻ്റെ ആ റണ്ണ് കാണാം. നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് ഹാൻഡ് ചാനലിൽ നിന്ന് പുള്ളി ആ സെൻട്രലിലോട്ട് ഒരു റണ്ണ് നടത്തുവാണ്. ആൻഡ് ഗ്രീസ്മാൻ്റെ ആ റൺ അവിടെ ഗ്യാലഗർ അപ്പുറത്ത് റൈറ്റിലൂടെ ആ സ്പേസ് എക്സ്പ്ലോയിറ്റഡ് ആവുന്നു. ആൻഡ് ബെയ്ന റിലീസസ് ടു ഗ്രീസ്മാൻ ആൻഡ് ഗ്രീസ്മാൻ്റെ സൂപ്പർ ഫിനിഷ് 5-2 ആവുകയാണ്. നിങ്ങൾക്ക് 5-2 മാൻ റിയലി സർപ്രൈസ് ആണ്. അവിടെ ആ ഫെഡെ വാൽവേഡെ ചീപ്ലി അവിടെ ആ ബോൾ ഗീവ് അവേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുകയാണ്. ചീപ്ലി ആന്റോണിയോ ഗ്രീസ്മാൻ അങ്ങനെ ഫെബ്രുവരി 22 ശേഷമാണ് ഒരു ലീഗിലല്ല ഓൾ കോമ്പറ്റീഷൻ അതൊന്ന് ഗോൾ അടിക്കുന്നത് തന്നെ. സോ ഗ്രീസ്മാൻ തിരിച്ച് ഫോമിലോട്ട് വരട്ടെ, അത്രേ എനിക്കിപ്പം പറയാനുള്ളൂ. 5-2 ഒരു കംഫർട്ടബിൾ വിൻ. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കലി ആണെങ്കിലും ആ 2-2 ഷോർട്ട് ഓൺ ടാർഗറ്റ് എടുത്തിട്ടുള്ളൂ റയൽ. അപ്പോഴത്തെ അത്ലറ്റിക്കോ 2 ബിഗ് ചാൻസ് മിസ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ ഓവറോൾ ഇറ്റ് വാസ് എ പുവർ പെർഫോമൻസ് ഫ്രം റയൽ മാഡ്രിഡ്. മേ ബി റയൽ മാഡ്രിഡ് ഇതിൽ നിന്ന് പഠിക്കുമായിരിക്കും, അവർ ഇതിൽ നിന്ന് ചാബി അലോൺസോ ടീമിനെ റെഡിയാക്കി എടുക്കുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ആൻഡ് സിമിയോണിയുടെ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെ നമ്മൾ ഇന്നലെ അത്ലറ്റിക്കോ മാഡ്രിഡ് നടത്തുന്നുണ്ട്. സോ ഈ മാച്ചിലുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസും മറ്റുമൊക്കെ ഒന്ന് പറയുക. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വി ആർ ക്ലോസർ ടു 15,000. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും